പിന്നെ പിന്നെ ജീവനുള്ള ദൈവത്തിന് ഒരു കറക്റ്റ് ചെയ്തതിൻ്റെ സാക്രിഫൈസ് ചെയ്തതിൻ്റെ അൾട്ടിമേറ്റ് സാക്രിഫൈസിൻ്റെ ജീവനുള്ള ദൈവത്തിന് ഏറ്റവും അൾട്ടിമേറ്റായിട്ട് സ്തുതിക്ക് കൊടുക്കുക. അല്ലാണ്ട് ജീവരഹിതമായ വിഡ്ഢികളെ അല്ല, അത് വേറെ. ജീവനുള്ള ദൈവത്തിന് ആദ്യമേ തൊട്ട് സ്തുതിക്കുന്നതും ലാസ്റ്റ് വരെ അൾട്ടിമേറ്റ് സ്തുതി പുകഴ്ചയും കൊടുക്കുക. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ റോമൻ കാത്തലിക്കാണോ? നിങ്ങൾ മുസ്ലിം ആണോ? വേസ്റ്റാണ്. നിങ്ങൾ റോമൻ കാത്തലിക്കാണോ? വേസ്റ്റാണ്. നിങ്ങൾ ഹിന്ദു ശിഖണ്ഡികളെ ആരാധിക്കണം, വിപരീതം ചെയ്യണം. റോമൻ കാത്തലിക്കും ഹിന്ദു ആണോ? ശിഖണ്ഡികളെ ആരാധിക്കുന്ന പെണ്ണുങ്ങളാണോ? നിങ്ങൾ മൊത്തം വേസ്റ്റാണ്. ഈ ഭൂമിക്ക് അധിക ഭാരമായിട്ട് ജീവിക്കാണ്ട് പോയി ചാവാൻ നോക്ക്. കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യാൻ പഠിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള വേസ്റ്റുകൾ ഭൂമിക്ക് വിപരീതം ചെയ്ത് ഭാരമായി ജീവിക്കേണ്ട കാര്യമില്ല, അധിക ഭാരമായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, ഈ പഴകിയവരും പിന്നെ ഡ്രഗ് അടിച്ച് നടക്കണവർ, കുടിച്ചിലൊക്കെ കെട്ട് ഗുട്ക കഴിച്ച് നടന്ന് ധൈര്യമില്ലാത്ത പ്രൊഫഷണൽസിനെ ഒന്നും ഞാൻ അനുകരിക്കാൻ പോയിട്ടില്ല. എനിക്ക് അവരെ ബോധിപ്പിക്കുകയും വേണ്ട, മെനക്കെട്ട് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ വിപരീതം ചെയ്യണവരെയും ഈ മെനക്കെട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരില്ലേ, പരീക്ഷയിൽ പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് ധൈര്യമില്ലാത്തവർ, ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണവർ, എനിക്ക് അങ്ങനെയുള്ളവരെ അനുകരിക്കാൻ പോയിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? എനിക്ക് അവരെ മെനക്കെട്ട് താഴെ പോയിട്ട് അവരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഈ ഭീരുക്കളെ നിങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് ഞാൻ ഉരുണ്ട് വീഴോ? മനസ്സിലാക്കാൻ പഠിക്കണം. മനസ്സിലായോ? ഈ പഴകിയ ശവങ്ങളെ 70, 85, 90 വയസ്സായി നിങ്ങൾ അനുകരിക്കാൻ പോണ പോലെ എനിക്ക് അവരോട് ഒരു വിലയില്ല. ഇങ്ങനെയുള്ള കുടിച്ച് റക്കടിച്ച് നടക്കണവരും ധൈര്യമില്ലാത്തവരും ഏരന്ന് കൂട്ടി വാങ്ങാൻ വേസ്റ്റ് പോലെ കിടക്കണവരുമായിട്ട് എനിക്കൊരു വിലയില്ല. യേശുവൊക്കെ ഇനി വേറെ പറന്നൊന്നും വരാൻ പോകില്ലേ, വന്നു. അപ്പോഴും നിങ്ങൾ വിപരീതം നക്കപ്പിച്ച സാലറിക്ക് വിലയില്ലാണ്ട് റിപ്പീറ്റ് ചെയ്ത് ജീവനത്തെ വിഗ്രഹങ്ങൾ അരച്ച് നടന്നു കഴിഞ്ഞാൽ നിങ്ങളാണ് പെടാൻ പോകുന്നത്. വേറെ യേശു ഇനി 2000 വർഷം കഴിഞ്ഞിട്ട് വന്നത് ഇനി വീണ്ടും വരാനും പോകണില്ലേ. അപ്പോൾ അതിനുള്ള ജഡ്ജ്മെൻറ്റ് നിങ്ങളുടെ റിസ്ക്. നിങ്ങൾ ബൈബിൾ മൊത്തം ശരിക്കും തുറന്ന് വായിച്ചറിയാണ്ട് പകുതി അറിവും വെച്ചിട്ട് ആയിരുന്നു കുട്ടി വാങ്ങാൻ കിടക്കണ പോലത്തെ വേസ്റ്റുകളാണ്. നിങ്ങളുടെ റിസ്ക്കാണ്. നിങ്ങൾ വീണ്ടും യേശു വേറെ കാത്തുകൊണ്ടിരുന്ന ഒരു ഡ്രഗ് അടിച്ച് നടക്കണം, നിൻ്റെ പോലത്തെ കുടിച്ച് ഡ്രഗ് അടിച്ച് ധൈര്യമില്ലാത്ത ഒരു യേശു വേറെ വരാനും പോകണല്ലേ. അപ്പോൾ എല്ലാം പൂർണ്ണ ബോധത്തോടെ ചെയ്യുന്നത് വന്നിട്ടുണ്ട്. അതിനെ മാനിക്കാണ്ട് വേറെ വല്ല ചെകുത്താൻ വെട്ടീനെയും കാത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തൂറാൻ വിടണ പോലെ തൂറും നിങ്ങൾ. പിന്നെ വേസ്റ്റുകൾ ഇങ്ങനെ ഭൂമിക്ക് അധികഭാരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. പിന്നെ റിലീജിയൻസ് ധൈര്യമില്ലാത്ത റിലീജിയൻസാണ്, അതെനിക്ക് ബാധകമല്ല. പിന്നെ ശിഖണ്ഡികൾ ആരാധിക്കുന്ന പെണ്ണുങ്ങളും മെറ്റീരിയലിസവും അത് ശിഖണ്ഡിതരത്വമാണ്. വൃത്തിഹീനമായ ശിഖണ്ഡികൾ ആരാധിക്കണം റിലീജിയൻസും മെറ്റീരിയലിസവും. അതൊക്കെ മൊത്തം വാരാൻ പഠിക്കാതെ വാരിയിട്ട് മാറാൻ മാറാണ്ട് അതേ വേസ്റ്റിൽ ഉരുണ്ട് കളിച്ചുകൊണ്ടിരുന്ന, അത് ആൾക്കാർക്ക് ഇതുള്ളതാന്ന് പറഞ്ഞുകൊണ്ടിരുന്ന, ഡ്രഗ് അടിച്ച് നടന്നുകൊണ്ടിരുന്ന, വിപരീതം ചെയ്തുകൊണ്ടിരുന്ന, ഞാൻ വിഡിത്തത്തിൽ ഉരുണ്ട് കളിച്ചിട്ട് അതാണ് ഇതെന്ന് പറയുന്ന നടന്നുകൊണ്ടിരുന്ന എല്ലാവരും കൂടി പെടും, മൊത്തം തന്നെ ഇല്ലാണ്ടാവും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങളുടെ റിസ്ക്കാണ്. മര്യാദയ്ക്ക് അന്നേ തൊട്ട് മാറി മര്യാദയ്ക്കുള്ള പൂർണ്ണ അറിവോടെ ബൈബിളും വായിച്ച് മര്യാദ ചെയ്യായിരുന്നല്ലോ. ഈ ശിഖണ്ഡികളൊക്കെ ആരാധിക്കാൻ ആരാ പറഞ്ഞത്? നിങ്ങളുടെ തന്ത തള്ളയ്ക്കോ വിവരമില്ല. പിന്നെ നീ തന്നെ നിങ്ങൾ വിവരമില്ലാണ്ട് നടക്കേണ്ട കാര്യമുണ്ടോ? ഈ ഇപ്പോഴത്തെ ഷെഡ്യൂൾ പീഡിയാട്രിക്സ് തന്നെയാണ് ഭാവിയിലെ ഫ്രോഡ് സർട്ടിഫിക്കറ്റും ഫ്രോഡ് എക്സാം എഴുതി ഈ കുടിച്ച് തകർച്ച് നടക്കാൻ പോണവർ. നിങ്ങളുടെ വിവരമില്ലായ്മ കണ്ട് നാണം കെട്ട് നടക്കണവർ. അപ്പോൾ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തവരും ധൈര്യമില്ലാത്ത റിലീജിയനും മെറ്റീരിയൽസും കൊണ്ട് നടക്കണവർ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ലേ. അപ്പോൾ മാനിക്കാൻ പഠിക്കുക. എന്താണെന്ന് വെച്ചാൽ വന്നാൽ അതിന് മാനിക്കാണ്ട് എനിക്കൊന്നും കൊള്ളണം ഡ്രഗ് അടിച്ച് കൊടുക്കാൻ ഞാൻ പോയിട്ടില്ലേ. നിങ്ങളുടെ പോലെ വിഡ്ഢി പഴകിയവരെ ഞാൻ അനുകരിക്കാനും പോയിട്ടില്ലേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കും. പിന്നെ പറയിപ്പിച്ചിട്ട് പറയണ ശൈലിയല്ല എൻ്റെ, പറയിപ്പിക്കാണ്ട് പറയണ പോളിസിയാണ് എൻ്റെ. മനസ്സിലാകേണ്ടത് അതാണ് എൻ്റെ പോളിസി. പറയിപ്പിക്കാണ്ട് പറയാം, പൂർണ്ണ അറിവോടെ ഉള്ള കാര്യം ഉള്ള പോലെ പറയാം. അതുകൊണ്ട് ഇല്ലാത്ത കാര്യം ആരും പറയിപ്പിച്ച് ഡ്രഗ് അടുപ്പിച്ചവരെ കൊണ്ട് കൈ അടുപ്പിച്ചിട്ട് ഒരു വേസ്റ്റും നീ കൈവരിക്കാനും മുകളിലെ വേസ്റ്റ് പോലെ ഇല്ലാണ്ടാവും ചെയ്യും. പിന്നെ ഹിന്ദി ഗുട്ക, മലയാളി MDMA, കന്നഡ MDMA ഇതെല്ലാം കൂടി വിറങ്ങലിച്ച് വൃത്തികെട്ട ഫ്രൈഡ് റൈസും കഴിച്ച് നടന്നിട്ട് കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് നടന്നിട്ട് തലേദിവസം വന്ന മാമുക്കോയകളോട് ഉറക്കം തൂക്കിയ മോഹങ്ങളോട് എളിഞ്ഞ് വളഞ്ഞിരിക്കുന്നതല്ല ആൾക്കാരായിട്ട് ഇതുണ്ടെന്ന് പറയുന്നത്. വിവരമുള്ള കാര്യങ്ങൾ സംസാരിക്കുക. പറയിപ്പിച്ച് പറയണ വിഡ്ഢികളിലായിട്ട് ഇതുള്ളതാണ് അത്. വിപരീതം ചെയ്യണവരും ഡ്രഗ് അടിച്ച് നടക്കണവരും അല്ല ശരിക്കുള്ളതെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ധൈര്യമില്ലാത്തവരെ അനുകരിച്ചുകൊണ്ടിരുന്ന ധൈര്യമില്ലാത്ത സ്ത്രീകളും പുരുഷന്മാരും എല്ലാ വക ചീടുകളും ഏരന്ന് കൂട്ടിയും അങ്ങനെ ചെയ്യും.
ശരിക്കുള്ള കാര്യം പൂർണ്ണമായിട്ടും മനസ്സിലാക്കിയിട്ടും അതല്ല ശരിയെന്ന് പറഞ്ഞിട്ട് ഡ്രഗ് അടിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരാളും ജയിക്കാൻ പോകുള്ളേ. അപ്പോൾ ധൈര്യമില്ലാത്ത മുണ്ട് ഷർട്ടിട്ട പെണ്ണന്മാരെ പോലെ ഹിജറകളെ പോലെ കുണ്ടി കുലുക്കി പഴകിയവരെ അനുകരിച്ച് നടക്കാണ്ട് മര്യാദയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്യാം. ഉള്ള കാര്യം ഉള്ള പോലെ ചെയ്ത് പെർഫെക്റ്റായിട്ട് ചെയ്യുന്നത് അവർ പറയിപ്പിക്കാണ്ട് ചെയ്യുന്നതൊക്കെയാണ് കറക്റ്റ്. പറയിപ്പിച്ച് കള്ളും കുടിച്ച് ഡ്രഗ് അടിച്ച് ഓരോന്നും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി പൊരിയും. പിന്നെ പറയാനുള്ളത്, ഈ വളിവിട്ട നാവും കൊണ്ട് നടന്ന് വളിവിട്ട മോന്തയാക്കുന്നവരോട് എന്ത് പറഞ്ഞ് ബോധിപ്പിക്കാൻ ഞാനിങ്ങനെ ഞഞ്ഞമിഞ്ഞ പറയാൻ വീട്ടുകാരെ കുറിച്ച് അടുത്തുള്ളവരെ കുറിച്ച് കൂട്ടുകാരെ കുറിച്ച് ആരും പറയാൻ പോയിട്ടില്ലേ. എന്നെ കുറിച്ച് ആരെ കുറിച്ച് ഞാൻ എൻ്റെ നാവ് വളിവിട്ട പോലെ ആക്കിയിട്ടില്ല. എനിക്ക് അതിൻ്റെ പറയിപ്പിച്ച് ആരും എന്നോട് പറയിപ്പിച്ചിട്ടുമില്ല. അപ്പോൾ ഈ വളിവിട്ട നാവ് കൊണ്ട് നടക്കണവർ ഉള്ള കാര്യം ഇല്ലാത്ത പോലെ ആക്കണവരാണ്. ഉള്ള കാര്യം അവർക്ക് പറയാറിയില്ല. ഏതോ ഡ്രഗ് അഡിക്ട്സാരും കൂടെ വേസ്റ്റുകൾ പറയിപ്പിച്ചാൽ മാത്രമേ അവർക്ക് പറയാൻ പറ്റുള്ളൂ. ഈ മുസ്ലിംസോ ഹിന്ദുസോ റോമൻ കാത്തലിക്സോ മാമുക്കോയകളൊന്നും പറയില്ല. അതവർക്ക് അറിയാം. എന്നിട്ടും വളിവിട്ട നാവും കൊണ്ട് വളിവിട്ട മോന്തയും കൊണ്ട് നടക്കണവരെ എനിക്ക് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. മനസ്സിലായോ? ഈ വളിവിട്ട നാവും വളിവിട്ട മോന്തയും കൊണ്ട് നടക്കുന്ന പറയണവർ വേസ്റ്റുകളാണ്. അവരുടെ വെഡിത്തം കേൾക്കാൻ ഞാൻ പോവില്ല. അവരുടെ വെഡിത്തം കേൾക്കാനായിട്ട് ആര് പോകണം? വെഡ്ഡികളല്ലാണ്ട്, എരുന്ന് കൂട്ടി വാങ്ങാൻ പോണവരല്ലാണ്ട്, പാതിരികളുടെ ആവശ്യത്തിൽ നിന്ന് വെറുതെ വിലയില്ലാണ്ട് ചേരുന്ന് പറയുമ്പോൾ അവരുടെ ഫോട്ടോ പ്രണമിച്ച് അവരുടെ കക്ഷത്തിൽ തോളത്ത് കൈയിട്ടിട്ട് നാറിയെ പോലെ ഇരിക്കണ കുറേ ഉറക്ക തൂങ്ങിയ മോതൽ ചാക്കുകളെല്ലാവരും ഷാജിയുടെ പോലെ പാരലൈസിസ് ആവാൻ കിടക്കണവർ, എന്നിട്ടും പഠിച്ചിട്ടുള്ളവർ എന്നോട് അങ്ങനെ മുഖത്തൊക്കെ പേര് വിളിച്ച് സംസാരിക്കാറുണ്ട്. അവിടെ പിന്നെ ഹിഞ്ഞ പറഞ്ഞ് നടന്നിട്ട് ഞഞ്ഞമിഞ്ഞ പറഞ്ഞ് നടന്നിട്ട് എരുന്ന് കൂട്ടി അകാലത്തിൽ ചാവാൻ കിടക്കണവരാണ്. അതാ പറഞ്ഞ വിപരീതം ചെയ്യണമായിരുന്നു. പാതിരികളുടെ ആവശ്യത്തിൽ നിന്ന് ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ അവരുടെ കക്ഷത്തിലും തോളത്ത് കയറ്റിട്ടത് ഇംഗ്ലീഷ് എഴുതി, മാത്സ് എക്സാം എഴുതി 96 82 മാർക്ക് കിട്ടിയപ്പോഴും കുടിച്ച് ഡ്രഗ് അടിച്ച് കുട്ടി കഴിച്ച് നടക്കും പീച്ചിലുള്ളവർ. എനിക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണം, ക്ഷീണമാണ്, മറവി രോഗം വേണം, ആർട്ടിഫിഷ്യൽ മറവി വേണം എന്നൊക്കെ പറഞ്ഞ് കുറേ നടന്നവരാണ്. എന്നിട്ട് ഒരു പേരിനൊരു ഭാര്യേനെയും കൊണ്ട് നടന്നിട്ട് വളി വിട്ട നാവും കൊണ്ട് അവരുടെ മുന്നിലിരിക്കും. സ്വന്തമായിട്ട് ഒരു കാര്യം അറിയില്ല. ആരെയും ഉണ്ടാക്കി ചെയ്യിപ്പിച്ചാൽ അറിയുള്ളൂ. സ്വന്തമായിട്ട് പെർഫെക്റ്റായിട്ട് ചെയ്യാനും നടന്നു വരാനൊന്നും അറിയില്ല. ആരും പറയിപ്പിക്കാണ്ട് അതും അറിയില്ല അവർക്ക്. എന്നിട്ട് അവർക്കിത് പറയേണ്ട കാര്യമുണ്ടോ? വല്ല പെണ്ണന്മാരാ വല്ല രാഹുൽ നമ്പ്യാരുമാർക്ക് ഇത് പറയേണ്ട കാര്യമുണ്ടോ? അവർ ഹിന്ദുസല്ലേ, ശിഖണ്ഡികൾ ആരാധിക്കുന്ന പെണ്ണനും മന്ദന്മാരും. അതുള്ള ആഘോഷികൾ ബുദ്ധിയില്ല. അവിടെ ഹിന്ദുസ്, അവിടെ വേസ്റ്റ് ഹിന്ദു ആണ് അവരുടെ ഏറ്റവും വലുത് പറഞ്ഞിരിക്കുക. അവർ മുസ്ലിമും റോമൻ കാത്തലിക്കും വിപരീതം. അവർ വളഞ്ഞ മോത കണ്ടറിയാം. അവർ വളി വിട്ടെന്ന് ആവോണ്ടിരിക്കുകയാണ് അവിടെ. നിങ്ങളുടെ കൂടെ തലേ ദിവസം വന്നാൽ ഡ്രഗ് അടിച്ച് കുടിച്ചിരിക്കുക അവരുടെ കൂടെ. അതിവിടെ ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെയാണ്. ആൾക്കാർ ഇതുണ്ട് പറയുന്നത് തമ്മിൽ കൊല്ലിച്ച് അവിടെ ഒളിച്ചിരി നട്ടസ് തിരിച്ചിട്ട് വേസ്റ്റ് സത്തെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൃത്രിമം കാണിച്ച് കരയുന്നതല്ല ഈ വെഡ്ഡികളെ വിശ്വസിപ്പിക്കാൻ. അപ്പോൾ ഈ കുടിച്ച് ഡ്രഗ് നടക്കണവരും എന്നിട്ടാണ് പറയാം ഈ തലയ്ക്ക് വിവരമില്ലാണ്ട് അവിടെ പരിശീലനം പൊട്ടി ഇവിടെ പൊട്ടി വെഡിത്തം വിശ്വസിച്ച് എന്നൊക്കെ പറഞ്ഞ് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യണം. അവർക്ക് ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ട ആവശ്യമില്ല. ജീവനുള്ള ദൈവത്തെ ആരാണ് മനസ്സിലാക്കുന്നുവെങ്കിൽ ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഈ പണ്ടേ തൊട്ട് ഇങ്ങനെ ഗുഡ്ക കഴിക്കണ ഹിന്ദിക്കാരുടെ കൂടെ നടന്നിട്ട് മലയാളി MDMA ഇതന്നെ സെയിം. വളിഞ്ഞ കുരു പിടിച്ച കുഴിഞ്ഞ മോന്ത കണ്ട മനസ്സിലാക്കണം അവരതല്ലാന്ന്. അവർ ചെറുപ്പത്തോട്ട് കുരുട്ട് മോന്ത ഉറക്കം തൂങ്ങിയ മോന്ത കൊണ്ട് ജനിച്ചവരാണ്. അതുകൊണ്ടാണ് അത് വളിഞ്ഞ അവരുടെ കോംപ്ലക്സ് കാരണം തലയ്ക്ക് വിവരമില്ലാത്ത പറയിപ്പിക്കാണ്ട് പറയാറിയില്ല. നാണം കെട്ട് ബോധമില്ലാണ്ട് അവർ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്ത് ബോധത്തോടെ ചെയ്യില്ല. ഈ തമ്മിൽ കുഴി ചാടിക്കണ പോലെ കുടിച്ച് ഡ്രഗ് അടിച്ച് ലക്ക് കെട്ട് ചതിയും വഞ്ചനയും വൈരാഗ്യവും കുറ്റബോധവും നാണവും എല്ലാം കൊണ്ട് നടക്കും ധൈര്യമില്ലാണ്ട്. എന്നിട്ട് ധൈര്യമുള്ളവർ ആരെങ്കിലും പറഞ്ഞു ശരിക്കുള്ളത് വന്നു കഴിഞ്ഞാൽ അതിനെ അവഗണിച്ചിട്ട് ഈ ധൈര്യമില്ലാത്ത വേസ്റ്റുകളുടെ കൂടെ നിരങ്ങി നീങ്ങി തമ്മിൽ കൊല്ലിച്ചില്ലാണ്ടാവും. അത് പറഞ്ഞ വേസ്റ്റുകൾക്ക് ഈ ഭൂമിയിൽ അധികഭാരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ലാന്ന്. കുറേ പ്രൊഫഷണൽസ് വരുന്നുണ്ട് ഡ്രഗ് അടിച്ച് നടക്കണവർ. അവരെ ആശ്രയിക്കവർ. അപ്പോൾ ശരിക്കുള്ള കാര്യം പറയണവരോട് ഭയങ്കര പുച്ഛാണ്. എനിക്ക് ആരോട് പുച്ഛമില്ല. ഞാൻ പറയുന്നത് നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണവരാണ്. ഞാൻ നിങ്ങളോട് പറയില്ല ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നോ തമ്മിൽ കൊല്ലിച്ച് നടന്നോ ഞാൻ പറയില്ല. പക്ഷേ നിങ്ങൾ വേറെ ഏത് വെഡിനെ സ്വപ്നം കാണണേ, അതാണ് നിങ്ങളുടെ തെറ്റ്. അത് പറഞ്ഞു ജീവനുള്ള ദൈവത്തിന് അൾട്ടിമേറ്റ് സ്തുതി കൊടുത്തു കഴിഞ്ഞാൽ ഒരാൾക്കും ഒറ്റയ്ക്ക് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. പൊട്ട തെരഞ്ഞ് നടക്കേണ്ട കാര്യമില്ല. ധൈര്യം ഇല്ലാണ്ട് നടക്കേണ്ട കാര്യമില്ല. ആർട്ടിഫിഷ്യൽ മറവി കൊണ്ട് നടക്കേണ്ട കാര്യമില്ല. വളഞ്ഞ സ്ത്രീകൾ പലതും പറയും. അതുകൊണ്ട് മുണ്ട് ഷർട്ടിട്ട ഹിജറകൾ അവരുടെ മൂട് താങ്ങി കുറേ വൃത്തികളും പാതിരികളുടെ മൂട് താങ്ങി വിപരീതത്തിൻ്റെ മൂട് താങ്ങി നടക്കേണ്ട കാര്യമില്ല.